നമസ്കാരം. റാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം. ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള T20 വേൾഡ് കപ്പിലെ ഗ്രൂപ്പ് സ്റ്റേജിലെ മത്സരം നടക്കാൻ ഏതാനും കുറഞ്ഞ മണിക്കൂർ മാത്രമാണ് ബാക്കിയുള്ളത്. മഴ ഭീഷണിയായി നിൽക്കുന്നു. മത്സരം വാഷ്ഡ് ഔട്ട് ആവാനുള്ള സാധ്യതയുണ്ടെന്ന് വെതർ റിപ്പോർട്ടുകളൊക്കെ പറയുന്നു. അല്ലെങ്കിൽ ഒരു ട്രങ്കേറ്റഡ് മാച്ച് നടക്കാനുള്ള സാധ്യതയുമുണ്ട്. അപ്പോൾ ഏറ്റവും വേഴ്സ്റ്റായിട്ട് സംഭവിക്കുക എന്ന് പറഞ്ഞാൽ കളിയേ നടക്കാതിരിക്കുക, വാഷ്ഡ് ഔട്ടായി പോവുക. അങ്ങനെ വാഷ്ഡ് ഔട്ടായി പോയാൽ ഏത് ടീമിനാണ് നഷ്ടം? എന്താണ് ഈ ഒരു കളിയുടെ റിലവൻസ്? നമ്മളതാണ് ഈ വീഡിയോയിൽ പരിശോധിക്കുന്നത്. ഇപ്പോൾ ഇന്ത്യയും പാകിസ്ഥാനും 2 വീതം മത്സരങ്ങൾ കളിച്ച് നിൽക്കുകയാണല്ലോ. 2 ടീമും 2 കളിയും വിജയിച്ച് 4 വീതം പോയിന്റുകളോടെ നിൽക്കുകയാണ്. ഗ്രൂപ്പ് എയിൽ ഇന്ത്യയും പാകിസ്ഥാനും USA-യും നെതർലൻഡ്സും നമീബിയയുമാണുള്ളത്. ഗ്രൂപ്പിൽ ആദ്യ 2 സ്ഥാനക്കാരാണ് സൂപ്പർ 8ലേക്ക് കടന്നു പോവുക. ഇത്രയും കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞിരിക്കണം. അത് വെച്ച് വേണം ബാക്കി കാര്യങ്ങൾ നമ്മൾ വിശകലനം ചെയ്യാൻ. ഈ കളി മഴ പെയ്തൊലിച്ചു പോയാൽ സംഭവിക്കാൻ പോകുന്നത് 2 ടീമിനും ഓരോ പോയിന്റ് കിട്ടും. അപ്പോൾ 2 കളി 2 വിജയം, ഒരു നോ റിസൾട്ട്, 5 പോയിന്റ്. ഇതായിരിക്കും 2 ടീമിൻ്റെയും സ്ഥിതിവിശേഷം. എന്ത് സംഭവിക്കുന്നു ചോദിച്ചാൽ 2 ടീമും സൂപ്പർ 8 പൂർണ്ണമായിട്ട് അങ്ങ് ഉറപ്പാക്കും. 2 ടീമും പുറത്താവില്ല. 2 ടീമിനും പ്രത്യേകിച്ച് നഷ്ടമൊന്നും സംഭവിക്കുന്നില്ല എന്നർത്ഥം. നിലവിൽ നെറ്റ് റൺ റേറ്റിൽ നമ്മുടെ ടീമാണ് മുന്നിൽ, +3.050. പാകിസ്ഥാൻ ഇത് +0.932 ആണ്. അപ്പോൾ ഈ 2 ടീമിനും 5 പോയിന്റ് എന്ന് പറഞ്ഞാൽ പിന്നെ USA സംബന്ധിച്ചിടത്തോളം അവർക്കിനി ഒരു കളി കൂടി, അത് അവർ ജയിച്ചാലും അവർ 4 പോയിന്റിൽ നിൽക്കൂ. നെതർലൻഡ്സിന് ഒരു കളി ബാക്കി, അത് അവർ ജയിച്ചാലും 4 പോയിന്റിൽ നിൽക്കൂ. നമീബിയ 2 കളി 0 പോയിന്റുമായിട്ട് നിൽക്കുകയാണ്. പ്രത്യേകിച്ചൊന്നും അവർക്കിനി നേടാനുമില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ കളി സമനിലയായാൽ, അല്ലെങ്കിൽ മഴ പെയ്തു പോയ സമനില എന്ന് പറഞ്ഞാൽ അതിന് സാധ്യതയുള്ളൂ. വേറെ സമനില ക്രിക്കറ്റിലില്ലല്ലോ. മുമ്പൊക്കെ ബോൾ ഔട്ട് ആണെങ്കിൽ ഇപ്പോൾ സൂപ്പർ ഓവറിൽ കാര്യങ്ങൾ തീരുമാനമാവുകയാണ്. അപ്പോൾ അതുകൊണ്ട് മറ്റ് സമനിലകളില്ല. നോ റിസൾട്ട് വന്നാൽ 2 ടീമിനും ഒന്നും നഷ്ടപ്പെടാനില്ല. 2 ടീമും നേരെ സൂപ്പർ 8ലേക്ക് കടന്നു പോകും. ഇനി ഗ്രൂപ്പിൽ ആര് ഒന്നാമത്, ഗ്രൂപ്പിൽ ആര് രണ്ടാമത്, അതനുസരിച്ചല്ല സൂപ്പർ 8ലെ ഗ്രൂപ്പ് തീരുമാനിക്കുക. നേരത്തെ നമ്മൾ വിശകലനം ചെയ്തതാണ്. അതൊക്കെ പ്രീ ഡിറ്റർമൈൻഡ് ഗ്രൂപ്പുകളാണ് സൂപ്പർ 8ലുള്ളത്. അപ്പോൾ അതുകൊണ്ട് ഇന്ന ഗ്രൂപ്പിലേക്ക് പോവുക, മറ്റേ ഗ്രൂപ്പിലേക്ക് പോവുക എന്നുള്ളത് ഗ്രൂപ്പിൽ 1-2 സ്ഥാനങ്ങൾ വെച്ചിട്ടുമല്ല. ചുരുക്കത്തിൽ ഈ കളിയുടെ റിസൾട്ട് നോ റിസൾട്ടായി പോയാൽ ഒരു തരത്തിലും 2 ടീമിനെയും ബാധിക്കുന്നില്ല എന്നർത്ഥം. സോ ഇന്ന് സമനില പിടിച്ചാലും അടുത്ത 2 കളികൾക്ക് വലിയൊരു പ്രാധാന്യമൊന്നുമില്ലാതെ ഈ 2 ടീമുകളും മുന്നോട്ട് പോകും എന്നർത്ഥം. അപ്പോൾ എന്താ, ഇന്ന് കളി നടന്നില്ലെങ്കിൽ നഷ്ടമാർക്ക? നമുക്കാണെന്നേ. കളി കാണാൻ വേണ്ടി ആകാംക്ഷയോട്ട് കാത്തിരുന്ന നമ്മൾ ക്രിക്കറ്റ് പ്രേമികൾക്കാണ്. മറ്റൊന്ന്, ബ്രോഡ്കാസ്റ്റേഴ്സിന് സ്വാഭാവികമായിട്ടും വ്യൂവും മറ്റുമൊക്കെ കുറയും. അവർക്ക് അതിൻ്റേതായിട്ടുള്ള നഷ്ടവും ഉണ്ടാകും. എന്നല്ലാതെ വേൾഡ് കപ്പിലെ ഒരു ടീമുകളുടെയും മുന്നോട്ട് പോക്കിന് ഒരു തരത്തിലും ഇത് ബാധിക്കാൻ പോകുന്നില്ല. ഇവിടെ അവസാനിക്കുന്നു. ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോക്സിൽ എത്താം.